ബ്രിട്ടനും ഓസ്ട്രേലിയയും കാനഡയും പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിച്ചതിന് പിന്നാലെ വളരെ പ്രതികാര ബുദ്ധിയോടെ ഗസയിൽ ഇസ്രയേൽ ആക്രമണം ശക്തമാക്കിയെന്ന വാർത്ത വരുന്നുണ്ട്. പലസ്തീൻ രാഷ്ട്രം ഉണ്ടാവില്ലെന്ന ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിൻ്റെ തിരിച്ചടി. ഈജിപ്തിൻ്റെ യുദ്ധഭീഷണി തണുപ്പിക്കാൻ അമേരിക്കയും രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട്. എന്നാൽ പലസ്തീൻ രാജ്യം വേണമെന്ന കാര്യത്തിൽ അമേരിക്കയ്ക്കും സംശയമില്ല. വേണ്ട എന്നുള്ളത് തന്നെയാണ് അവിടെയും ആഗ്രഹം. ഇസ്രയേലിന് രഹസ്യമായും പരസ്യമായും ഇക്കാര്യത്തിൽ പിന്തുണ കൊടുക്കുകയാണ് അമേരിക്ക. ഈ വാർത്ത വിശകലനം ചെയ്യാൻ നമുക്കൊപ്പം നമ്മുടെ അന്താരാഷ്ട്ര സ്പെഷ്യലിസ്റ്റ് പി ജെയിംസ് ചേരുന്നു. ഗുഡ് മോർണിംഗ് പി ജെയിംസ്. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഹായ്. പിക്ക് ഇത് നല്ല സമയമാണ് കേട്ടോ. എസ് കെ എൻ, മറ്റുള്ളവരുടെ ദുഃഖം നമുക്ക് അതല്ല ഞാൻ അതുകൊണ്ട് പറഞ്ഞല്ല, ഡിജിറ്റലിലൊക്കെ പിയുടെ വീഡിയോ ഇങ്ങനെ കത്തി പടരുന്നത് ഞാൻ കാണുന്നു. അത് ഈ വാർത്തയുടെ പ്രാധാന്യം കൊണ്ടാണ് എസ് കെ. പിന്നെ കാരണം പി കത്തണം പടരണം എന്നാണല്ലോ നമ്മുടെ ആഗ്രഹം. കത്തി പടരട്ടെ. ഇനിയിപ്പം നമുക്ക് ഈ ഇസ്രയേലിന്റെ ഭീഷണി, ജോർഡാൻ തീരത്ത് എന്തായാലും ഒരു പാലസ്തീൻ രാഷ്ട്രം വരില്ലെന്നാണല്ലോ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രഭാഷണം. എസ് കെ, ഒരുപക്ഷെ നമ്മളെ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, എത്രയോ കാലമായി 1948 ഇസ്രായേൽ രൂപം കൊണ്ടത് മുതൽ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന ഏറ്റവും വലിയ ശക്തികൾ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയുമാണ്. അതിൽ യൂറോപ്യൻ രാജ്യങ്ങൾ പടലോടെ മാറിക്കൊണ്ടിരിക്കുന്നു. കാനഡ മാറുന്നു, ഓസ്ട്രേലിയ മാറുന്നു. ഒരുപക്ഷെ അവർ പറയുന്നത് ഗസയിലെ പട്ടിണിയും മരണവും രക്തപ്പുഴ ഒഴുകുന്നതും കണ്ട് ഞങ്ങൾക്ക് മടുത്തിരിക്കുന്നത് കേൾക്കാൻ ഇസ്രായേൽ തയ്യാറാവുന്നില്ല. ഇനി ഒറ്റ രക്ഷയുള്ളൂ, പാലസ്തീൻ എന്ന രാഷ്ട്രത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ വളരെ ആധികാരികമായിട്ടാണ് പറയുന്നത്, പാലസ്തീൻ എന്ന രാഷ്ട്രത്തെ ബ്രിട്ടൻ ഇതാ അംഗീകരിക്കുന്നു. പാലസ്തീനെ ഒരു രാഷ്ട്രമായിട്ട് ബ്രിട്ടൻ അംഗീകരിക്കുന്നു. തൊട്ടുപിറകെ ഓസ്ട്രേലിയ, ആന്റണി ലെബനീസ് അവിടുത്തെ പ്രധാനമന്ത്രി ഔദ്യോഗികമായിട്ട് തന്നെ രേഖ ഇറക്കിയിട്ടുണ്ട്. പാലസ്തീനെ ഔദ്യോഗിക രാഷ്ട്രമായിട്ട് അംഗീകരിച്ചിരിക്കുന്നു. ഒപ്പം കാനഡ, അതിന് പിന്നാലെ ഇതാ ബെൽജിയം, പോർച്ചുഗൽ അടക്കം നിരവധി രാജ്യങ്ങൾ, നെതർലൻഡ്സ് അടക്കം വരികയാണ്. യൂറോപ്പിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ മുഴുവൻ അംഗീകരിച്ചുകൊണ്ട്, പാലസ്തീനെ അംഗീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു. അതിൽ വളരെ രോഷാകുലമായിട്ടുള്ള ക്ഷുഭിതനായ അവസ്ഥയിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആഞ്ഞടിച്ചിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കേണ്ട, പാലസ്തീൻ എന്നൊരു രാഷ്ട്രമുണ്ടാവില്ല എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു. നേരത്തെ അദ്ദേഹത്തിന് കുറച്ചുകൂടിയൊക്കെ പാലസ്തീൻ എന്ന രാജ്യം ഉണ്ടായിക്കോട്ടെ എന്നുള്ള ചിന്താഗതിയായിരുന്നു. പക്ഷേ അവിടുത്തെ സിയണിസ്റ്റ് തീവ്രവാദികളായി കൂടിച്ചേർന്ന് ഭരണം കൊണ്ടുവന്നതിന് ശേഷം ആ സിയണിസ്റ്റുകളുടെ അതേ നിലപാടിലേക്ക് നെതന്യാഹുവും മാറിയിരിക്കുന്നു. വെസ്റ്റ് ബാങ്ക് പിടിച്ചടക്കാൻ തന്നെ ശ്രമിക്കുന്നത്. വെസ്റ്റ് ബാങ്ക് പിടിച്ചടക്കുകയും ഗസ പിടിച്ചടക്കുകയും ചെയ്താൽ പിന്നെ പാലസ്തീൻ രാഷ്ട്രമുണ്ടാവില്ല എന്നാണ് ഇസ്രായേൽ കരുതുന്നത്. അതുകൊണ്ട് നിങ്ങൾ അംഗീകരിച്ചോളൂ, പക്ഷേ രാഷ്ട്രമുണ്ടായിട്ട് വേണ്ടേ എന്നുള്ള അർത്ഥത്തിലാണ് ഇസ്രായേൽ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. എസ് കെ എൻ, എന്തായാലും ഇതിനിടയിൽ ഇപ്പോൾ ഏറ്റവും വലിയ ഒരു വാർത്തയായിട്ട് ഉയർന്നു വന്നത് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഈജിപ്റ്റ് ലക്ഷക്കണക്കിന് സൈനികരും യുദ്ധവിമാനങ്ങളുമായിട്ട് ഇസ്രായേലുമായി ഏറ്റുമുട്ടാൻ തയ്യാറായി നിൽക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ്, ഇസ്രായേൽ അമേരിക്കയുടെ സഹായം ചോദിച്ചു ഈജിപ്തിനെ തണുപ്പിക്കാനായി. അപ്പോൾ ആ തരത്തിൽ ഈജിപ്റ്റ് അതിശക്തമായിട്ട് മുന്നറിയിപ്പുമായിട്ട് വരുന്നു. യുദ്ധം ഉണ്ടാവുമോ ഇല്ലെന്ന് അറിയില്ല, ഉണ്ടാവാതിരിക്കട്ടെ. ഈജിപ്റ്റ് യുദ്ധത്തിനിറങ്ങിയാൽ ഈജിപ്ത് മാത്രമായിരിക്കില്ല, തുർക്കിയോ മറ്റ് അറബ് രാജ്യങ്ങളൊക്കെ പിന്തുണയുമായി വന്നേക്കാം. അപ്പോൾ അതുകൊണ്ടൊരു ലോകമഹായുദ്ധമൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് കരുതാം. എന്തായാലും അമേരിക്ക ഇസ്രായേലിൻ്റെ കൂടെ ഉറച്ചു നിൽക്കുകയാണ്. ട്രംപ് ആ കാര്യത്തിൽ മാറ്റമില്ല. പക്ഷേ ട്രംപ് ഐക്യരാഷ്ട്രസഭയിൽ സംസാരിക്കാൻ വരുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് അവിടെ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. അമേരിക്കയ്ക്കും ഇസ്രായേലിനും ആകെ 10 രാഷ്ട്രങ്ങളുടെ പിന്തുണയാണുള്ളത്. കഴിഞ്ഞ UN ജനറൽ അസംബ്ലി കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന വോട്ടെടുപ്പിൽ 142 രാജ്യങ്ങളാണ് പലസ്തീൻ അനുകൂലമായി വോട്ട് ചെയ്തത്, ഇന്ത്യ അടക്കം. ആകെ 10 രാജ്യങ്ങൾ മാത്രമാണ് ഇസ്രായേലിനെ നിലപാടിനെ അനുകൂലിച്ചത്, അമേരിക്ക അടക്കം. അപ്പോൾ വലിയ അന്തരമാണ് എസ് കെ. എന്ന് മാത്രമല്ല, 10 രാഷ്ട്രങ്ങൾ കൂടി പലസ്തീനെ അംഗീകരിച്ചിരിക്കുന്നുവെന്ന് UN സെക്രട്ടറി ജനറൽ ഇന്നലെ പറഞ്ഞു. അതിൻ്റെ തെളിവാണ് ഇന്നിപ്പോൾ ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങൾ പ്രഖ്യാപനം നടത്താൻ പോവുകയാണ്. UN ജനറൽ അസംബ്ലി ഇന്ന് കൂടുമ്പോൾ ഏറ്റവും വലിയ ചർച്ച, എത്രയോ കാലമായി ചർച്ച ചെയ്യുന്ന 2 സ്റ്റേറ്റ് തിയറിയാണ്. ഒരു ഭാഗത്ത് ഇസ്രായേൽ, മറുഭാഗത്ത് പാലസ്തീൻ, 2 രാഷ്ട്രങ്ങൾ. ഒരുപക്ഷെ 1948 ഇസ്രായേൽ രൂപം കൊണ്ടപ്പോൾ പാലസ്തീനെ രാജ്യമായി അംഗീകരിക്കാൻ പോയതാണ്. ഗാന്ധിജി, നെഹ്റു മുതൽ ഇന്ത്യക്കാർ മുഴുവൻ നേതാക്കളും അതിനെ പിന്തുണച്ചതാണ്. പക്ഷെ അന്ന് പാലസ്തീൻ്റെ ഒരു വാദം, ഇസ്രായേൽ എന്ന രാജ്യം ഉണ്ടാക്കിയത് ഞങ്ങളുടെ സ്ഥലത്താണ്, അതുകൊണ്ട് ഇത് മൊത്തമായിട്ട് പാലസ്തീനായിട്ട് അംഗീകരിക്കണമെന്നായിരുന്നു. പക്ഷെ അതിന് ഇതുണ്ടായില്ല. ഇതേ ചൊല്ലി ഇപ്പോൾ വലിയ വിവാദം നടക്കുകയാണ് എസ് കെ. ഒരു പ്രധാനപ്പെട്ട വിവാദം നെതന്യാഹുവും തുർക്കിയുടെ പ്രസിഡന്റ് എർദോഗാനും തമ്മിൽ വലിയൊരു വിവാദം നടക്കുന്നു. അത് 2800 വർഷം പഴക്കമുള്ള ജെറൂസലമിൽ നിന്ന് കണ്ടെത്തിയ ഒരു ലിഖിതത്തെ ചൊല്ലിയാണ്. ഹീബ്രുവിലാണ് ലിഖിതം. അപ്പോൾ അതുകൊണ്ട് 1800
വർഷങ്ങൾക്ക് മുമ്പേ യഹൂദന്മാർ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള വാദം ഉന്നയിച്ചുകൊണ്ട് നെതന്യാഹുവും, എന്നാൽ ഓട്ടോമൻ എംപയർ തുർക്കിയിലാണ് ആസ്ഥാനം, അത് അതിനു മുമ്പേ ഉണ്ടായിരുന്നുവെന്നും കാനനൈറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് പാലസ്തീനികൾ എന്നുള്ള വാദം തിരിച്ചുമുണ്ട്. എന്തായാലും ഈ മൂന്ന് കൂട്ടരും മുസ്ലിം, ക്രിസ്ത്യൻ, യഹൂദന്മാരുടെ പൊതു പൈതൃകം ജെറൂസലമിൻ്റെ ഇത് ചെയ്യുന്നുണ്ട്. കാരണം എല്ലാവർക്കും അവരുടേതായിട്ടുള്ള വിശുദ്ധ സ്ഥലങ്ങൾ അവിടെയുണ്ട്. അതേ ചൊല്ലിയുള്ള വിവാദവും കനക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.